ലോകത്ത് ജീവിച്ച് കടന്നുപോയ അമ്പിയാക്കന്മാരും മലക്കുകളും സർവചരാചരങ്ങളും പരിശുദ്ധ ഹബീബിനോട് കടപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അനുഗ്രഹത്തെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അനുഭവിച്ചവരാണ് അവരൊക്കെയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ, എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? കുറെ ആയില്ല നീ എനിക്ക് വേണ്ടി സന്ദേശങ്ങൾ എത്തിച്ചു തരുന്നു, നീ എനിക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് എനിക്ക് എത്തിച്ചു തരുന്നു, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നെ കൂട്ടി പരിശുദ്ധമായ ഏഴാൻ ആകാശവും കടന്ന് ബൈത്തുൽ ഉസ്സയും കടന്ന് എന്റെ റബ്ബിനെ കാണാൻ എന്നെ കൊണ്ടുപോയ ആളല്ലേ നിങ്ങൾ? ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? എനിക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്തേ പകരം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ, ഈ ജിബ്രീലിനെ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു പുറത്താക്കിയില്ലേ നബിയെ? ആ ഇബ്ലീസിനെ പുറത്താക്കിയ അന്ന് മുതൽ എന്റെ കൽബിൽ വല്ലാത്ത ബേജാറായിരുന്നു നബിയേ. ഇബ്ലീസ് സയ്യിദുൽ മലായിക, ഇബ്ലീസ് ചില്ലറക്കാരനല്ലോ, മലായികത്തിന്റെ നേതാവായിരുന്നില്ലേ? ആ ഇബ്ലീസിനെ പോലും അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഈ ജിബ്രീലാകുന്ന എന്നെയും എന്റെ റബ്ബ് പുറത്താക്കൂലേ എന്നുള്ള പേടി എന്റെ കൽബിലുണ്ടായിരുന്നു നബിയേ. ആ പേടി അവസാനിച്ചതപ്പയാണെന്നറിയോ നബിയേ? പരിശുദ്ധ ഖുർആനിൽ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അതൊരു മാന്യനായ ഒരു ദൂതന്റെ വാക്കാണത്. മാന്യനായ ഒരു മെസഞ്ചറുടെ, ഉന്നതനായ ഉത്തമനായ ഒരു മെസഞ്ചറുടെ വാക്കാണതെന്ന് പരിശുദ്ധ ഖുർആനിൽ എന്നെ കുറിച്ച് പറഞ്ഞില്ലയോ നബിയേ? അല്ലാഹു എന്നെ കുറിച്ച് കരീം എന്ന വാക്ക് പ്രയോഗിച്ചത് ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു മലക്കിനെ കുറിച്ച് അല്ലാഹു കരീം എന്ന് പ്രയോഗിക്കുന്നത് അല്ലാഹു ഒരാൾക്ക് നൽകുന്ന വലിയ അംഗീകാരമല്ലയോ നബിയേ? ആ അംഗീകാരം എന്റെ റബ്ബിക്ക് നൽകിയത് അത് ഞാൻ അങ്ങയുടെ കൂടെ നടന്നതിന്റെ പേരിലല്ലയോ നബിയേ? ഇവിടെ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തു ദിദാർ റസൂലേ പൂന്തിങ്കൽ നബിയേ ഹബീബേ, മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിനഴതാണോ? തുഷാനെ ഹൂബാ തുജാനെ ജാനാ ചെഹര ഉമ്മുൽ കിതാബ് തേരാ നാ ബൻ സകീഹേ നാ ബൻ സകേഗാ മിസാൽ തേരി ജവാബ് തേരാ. പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്ദ്രൻ പൂവായിരം വീശിടാത്ത ഗന്ധം മുത്തേ റസൂലിൻ എന്തെന്തോ ചന്തം നിസ്കായിരം നാണിക്കുന്ന ഗന്ധം. ആ വഴിയിൽ പറഞ്ഞാലോ കാഞ്ഞിരമോ തേനാകും, ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും. ആ പരിശുദ്ധ ഹബീബിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതിന് പകരമായി, ആ ഹബീബിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന് പകരമായി, അവിടുത്തെ വാഴ്ത്തുപാട്ടുകൾ നമ്മൾ പാടുന്നതിന് പകരമായി, ആ ഹബീബിനെ നമ്മൾ ഹൃദയത്തിൽ കുടിയിരുത്തുന്നതിന് പകരമായി അല്ലാഹു നമുക്ക് നൽകുന്ന, തിരിച്ചു നൽകുന്ന, പകരമായി നൽകുന്ന സമ്മാനം എന്താണെന്നറിയോ മുഅ്മിനീങ്ങളെ?
ആ ഹബീബ് നമ്മളെ ആത്മാർത്ഥമായി ഇങ്ങോട്ട് സ്നേഹിക്കലാണ്. ആ ഹബീബിൽ നിന്ന് നമുക്ക് നാളെ പരലോകത്ത് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടാനുണ്ടോ അതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ മനസ്സറിഞ്ഞ് നമുക്ക് നൽകലാണ്. പരിശുദ്ധ ഹബീബിനെ നമ്മൾ ആ പരിശുദ്ധ ഹബീബിന്റെ മദ്ഹ് പറയുന്നത് വലിയ ഇഷ്ടമാണ്. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നത് പരിശുദ്ധ ഹബീബിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത പേരാണ് മുഹമ്മദ്. എക്കാലവും സ്തുതിക്കപ്പെടുന്നവനെന്ന പേര് അന്വർത്ഥമാകണമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ ഹബീബിന്റെ മദ്ഹുകൾ വായിക്കപ്പെടുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആ ഹബീബിന്റെ മദ്ഹ് പറയുന്നവരിൽ നമ്മളും ഒരാളായി മാറണേ. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി കൂടെയുണ്ട്. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ഗണങ്ങളാൽ റസൂലുള്ളാഹിന്റെ നെറ്റി ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ തുള്ളികളായി വിയർപ്പ് ഗണങ്ങൾ പുണ്യ ഹബീബിന്റെ നെറ്റിത്തടത്തിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ആ നെറ്റിത്തടത്തിലെ വിയർപ്പ് ഗണങ്ങൾ ഇങ്ങനെ രത്നഖചിതമായ മുത്തുകൾ തിളങ്ങുന്നത് പോലെ ഹബീബായ തങ്ങളുടെ നെറ്റിത്തടത്തിൽ ആ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ തിളങ്ങുന്നത് ആയിഷ ബീവി കാണാൻ. ആയിഷ ബീവി ഇങ്ങനെ അത്ഭുത പരതന്ത്രയായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ലംഘുന്നത് കണ്ടു. ആയിഷ ബീവി ഇങ്ങനെ അത്ഭുത പരതന്ത്രയായി നോക്കി നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദി, മാലക്കി ഖദ് ബുഹിത്തി, എന്തേ ആയിഷ നീ ഇങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയാണ്, നബിയേ അങ്ങയുടെ നെറ്റിത്തടത്തിലെ ആ വിയർപ്പുതങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നു നബിയേ. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അങ്ങയുടെ നെറ്റിത്തടത്തിലെ വിയർപ്പുകടങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നു നബിയേ. അത് കാണുമ്പോ എനിക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഒരു കവിയെയാണ് ഓർമ്മ വരുന്നത്. അബൂ കബീരിൽ ഹുദലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ കവി. ആ മനുഷ്യൻ ഒരാളെ കുറിച്ച് മുമ്പ് പാടിയ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ആ പാട്ടെനിക്കൊന്ന് പാടിത്തരുമോ ആയിഷ? ആയിഷ ബീവി പറയാണ്, നബിയേ ആ മനുഷ്യനെങ്ങാനും നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ആ പാട്ട് നിങ്ങളെ കുറിച്ച് പാടുമായിരുന്നു നബിയേ. ഈ ലോകത്ത് അങ്ങയെ കുറിച്ചല്ലാതെ ആ പാട്ട് പാടാൻ മറ്റൊരാൾക്ക് അർഹതയില്ല നബിയേ. وإذا نظرت إلى أسرة وجهه بركت قبرك العارم متحلل صلوا عليه وسلموا تسليما. നബിയേ അങ്ങയുടെ മുഖത്ത് കാണുന്ന വിയർപ്പുകടങ്ങൾ ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ആ കവി പറഞ്ഞതുപോലെ വൈകുന്നേര സമയങ്ങളിൽ ആകാശലോകത്തിങ്ങനെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മേഘങ്ങളെ പോലെ അങ്ങയുടെ മുഖം പ്രകാശിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ രണ്ട് കവിളും ഇങ്ങനെ പിടിച്ചിട്ട് ആ നെറ്റിത്തടത്തിൽ ആ രണ്ട് കണ്ണുകൾക്കിടയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആയിഷ ജസാകില്ലാഹു അഹ്സനുൽ ജസാ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിലൊരൽപ്പമല്ലേ. സ്വർഗത്തിൽ സൗന്ദര്യം പോലും റസൂലിന്റെ
പരിശുദ്ധിയോരംശമല്ലേ സല്ലല്ലാഹു അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന സല്ലല്ലാഹു അലാ സയ്യിദിനാ വസ്വാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്നവീലേ ഉപദേശമോ സലാമേ കലാമേ ഉപകാരവും വായ്ത്തും നബിക്ക്